എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഞാനിപ്പോഴേ എരുമേലിയിൽ അഞ്ചുകുഴി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നിൽക്കുന്നത്. മോള് കഴിഞ്ഞ ദിവസം ഒരു റീല് കണ്ടിട്ട് പറഞ്ഞു വെച്ചാൽ നമുക്കൊരു അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞു. അതായത് പഞ്ചതീർത്ഥ പരാശക്തി ദേവസ്ഥാനം എന്നാണ് ഈ അമ്പലത്തിൻ്റെ പേര്. പഞ്ചതീർത്ഥ പരാശക്തി അങ്ങനെ നമുക്ക് പറയാം. അവിടെ ഞാൻ വന്നത്. ഞാൻ ഇവിടെയൊക്കെ പണ്ട് ഈ പ്ലാച്ചേരി ഭാഗത്തൊക്കെ പണ്ട് ക്ലീനായിട്ട് വയ്ക്കുമ്പോൾ വന്നിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ഡെസ്റ്റിനേഷൻ കിടലമെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. നമുക്ക് അമ്പലം ഒന്ന് കയറി കാണാം. ഓക്കെ, അങ്ങനെ നമ്മൾ പതുക്കെ ആ ഒരു കവാടത്തിൻ്റെ ഇതാണ് കവാടം കേട്ടോ. കവാടത്തിൻ്റെ അകത്തേക്ക് കിടന്ന് മോൾ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു എങ്കിലേ. അപ്പോൾ കണ്ടോ, ഒരു അരുവി ഒഴുകുന്നുണ്ടോ. കിടലെന്ന് പറയാൻ കിടല് ഒരു രക്ഷയില്ല കേട്ടോ. അടിപൊളി സ്ഥലം. നമ്മൾ ഇറങ്ങി വന്ന വഴി അതാണ്. നോയിക്ക് ചെറിയ ഒരു അരുവി ഒഴുകുന്നുണ്ടോ. അരുവി മോൾ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. കിടലെന്ന് പറഞ്ഞാൽ കിടല് ഒരു രക്ഷയില്ല കേട്ടോ. വല്ലാത്തൊരു ഭംഗി. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ കാട് നടുക്കൊക്കെ അമ്പലം ഉണ്ടാകത്തില്ലേ, ആ ഒരു ഭംഗി എടുക്കുന്നത്. അങ്ങനെ നടന്ന് നമ്മൾ അവസാനം അമ്പലത്തിനടുത്ത് ആ കാണുന്നതാണ് അമ്പലം. അതിന് മുന്നിലൂടെയാണ് ഈ അരുവി ഒഴുകുന്നത്. ഈ അരുവി കടന്ന് വേണം നമുക്ക് അപ്പുറത്തേക്ക് പോകാനായിട്ട്. അങ്ങനെ ഇങ്ങോട്ട് ഇറങ്ങി വന്നപ്പോൾ ഇതൊരു ബോർഡ് കാണും. ബോർഡെന്ന് പറഞ്ഞാൽ അവിടെ ഫോട്ടോ എടുക്കരുത്, വീഡിയോ എടുക്കരുതെന്നൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ അത് പാലിക്കണമല്ലോ. പിന്നെ അവിടെ അകത്ത് കയറി ഫോട്ടോ എടുക്കുന്നു, ക്ഷേത്രത്തിൻ്റെ അകത്ത് കയറി ഫോട്ടോ എടുക്കുക എന്നൊക്കെ പറയുമ്പോൾ അത്ര ശരിയായിട്ട് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് ചെയ്തില്ല. എനിവേ നമുക്ക് ചുറ്റും പരിസരമൊക്കെ ഒന്ന് കാണാം. പ്രകൃതി ഭംഗി ആസ്വദിക്കണമെങ്കിൽ ഇവിടെ വരണം കേട്ടോ. ഒരു വല്ലാത്ത അറ്റ്മോസ്ഫിയറാണ്. ഞാൻ കാണിച്ചില്ലേ അതൊക്കെ തന്നെ. പിന്നെ ഇവിടെ സന്ധ്യയ്ക്ക് ആരാധന സമയത്ത് ഭയങ്കര തിരക്കാണ്. അന്യസംസ്ഥാന ആൾക്കാർ വരുന്നുണ്ട് തിരുവേനി പറഞ്ഞു. എനിവേ ഇനിയിപ്പോൾ ഇവിടെ പതുക്കെ വീട്ടിലേക്ക് പോവുകയാണ്. എല്ലാവർക്കും ശുഭദിനം. ഹാവ് എ നൈസ് ഡേ.